ഒരു രാഷ്ട്രത്തലവൻ തന്റെ രാജ്യത്തുള്ള കെട്ടിട നിർമ്മാണ കമ്പനിയോട് ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ അഭ്യർത്ഥന നടത്തി. അവർ ആ പ്രവർത്തനം ഏറ്റെടുത്തു. പീറ്റർ എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണവും ഒക്കെ ആരംഭിച്ചു. പുരോഗതി വിലയിരുത്തുന്നതിനായി ഒരു ദിവസം പീറ്ററെ തന്റെ വീട്ടിലേക്ക് ആ പ്രസിഡന്റ് ക്ഷണിച്ചു. പ്രസിഡന്റിനൊപ്പം പ്രാതൽ കഴിക്കാനുള്ള ക്ഷണം പീറ്ററെയും ഏറെ സന്തോഷിപ്പിച്ചു. ക്ഷണിക്കപ്പെട്ട ദിവസം പീറ്റർ ഈ കമ്പനിയുടെ ഡ്രൈവറായ ഡുമിയുമൊത്ത് രാഷ്ട്രത്തലവന്റെ വസതിയിലേക്കെത്തി. അവിടെ കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ പീറ്ററിനെ അത്ഭുതപ്പെടുത്തി. ഈ അതിഥിയെ കാത്ത് പ്രസിഡന്റ് വീടിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഈ രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം രാഷ്ട്രത്തലവൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കമ്പനി മര്യാദയും പെരുമാറ്റ രീതികളൊക്കെ അനുസരിച്ച് ഡ്രൈവർക്ക് വീടിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അദ്ദേഹം കടന്നില്ല. അങ്ങനെ അദ്ദേഹം ആ പുറത്തെ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പ്രാതൽ വിളമ്പാൻ ആരംഭിച്ചപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരല്ലേ വന്നത് എന്ന്. ഒരാൾ എവിടെ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഡ്രൈവറെ പരിഗണിക്കാതെ പീറ്റർ മറുപടി നൽകി. നിങ്ങൾ വരുമ്പോൾ ഒപ്പം ഒരു മാന്യനുണ്ടായിരുന്നില്ലേ? പ്രസിഡന്റ് ചോദിച്ചു. ഓ, അത് ഡ്രൈവറാ, അയാൾ കാറിലിരിക്കുന്നുണ്ട്. പീറ്ററിന്റെ ആ മറുപടി കേട്ടയുടനെ ചെറിയ പുഞ്ചിരിയുമായി പ്രസിഡന്റ് വെളിയിലേക്ക് പോയി. തിരികെ വരുമ്പോൾ ആ ഡ്രൈവറും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. പീറ്ററിനും ഡ്രൈവർ ഡുമിക്കൊപ്പം ഇരുത്തി അദ്ദേഹം പ്രാതൽ വിളമ്പി. 3 പേരും ഒന്നിച്ച് പ്രാതൽ കഴിക്കുകയും ചെയ്തു. അതായത് ഒരു മനുഷ്യനെ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രാഥമികമായ കർത്തവ്യം മറന്ന കമ്പനി ഉദ്യോഗസ്ഥൻ പീറ്ററിന് പുതിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു അവിടെ. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയായിരുന്നു അത്. നിറത്തിന്റെയും വംശത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്നതിനെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകി നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായ മനുഷ്യസ്നേഹി നെൽസൺ മണ്ടേല. നമ്മൾ ജീവിച്ചു എന്നത് മാത്രമല്ല ജീവിതത്തിന്റെ പ്രധാനം, അല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വ്യത്യാസം വരുത്തി എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാധാന്യം നിർണ്ണയിക്കുന്നത്. ഇത് ലോകത്തെ പഠിപ്പിച്ചത് നെൽസൺ മണ്ടേലയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കിയാൽ അത് തന്നെയാണ് ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കിയ നിമിഷവും. നെൽസൺ മണ്ടേലയുടെ ജീവചരിത്രം മണ്ടേല ദ ഓതറൈസ്ഡ് ബയോഗ്രഫിയിലാണ് ഈ സംഭവം പരാമർശിക്കുന്നത്. ജീവിതത്തിലെ വസന്തകാലത്തിൻ്റെയും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടും നിരാശപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ തോറ്റു പിന്മാറുകയോ ഒന്നും ചെയ്യാതെ ഓരോ അവസരവും മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ജീവിച്ച മണ്ടേല. അദ്ദേഹം നമ്മളെ ഇന്നും ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം എന്ത് വ്യത്യാസം വരുത്തി എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാധാന്യം നിർണ്ണയിക്കുക എന്ന്. സത്യമല്ലേ? അല്ലെ? നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പോലെ ആകണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാലേ അതല്ലേ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം.